ഇന്ന് നടന്ന അറ്റൻഡർ 10th മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവസാനം വരെ ഈ ഒരു ആൻസർ കീ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് LGS 10th പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1946 ഡിസംബർ 9 മൂന്നാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമാർക്കാണ്? ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ അറിയാം ആർക്കാണ്? പാർലമെന്റിനാണ് കേട്ടോ. ഓപ്ഷൻ എ പാർലമെന്റിനാണ് ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത്. നാലാമത്തെ ചോദ്യം. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 6 ആണ്. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആറാമത്തെ ചോദ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പനാണ്. ഏഴാമത്തെ ചോദ്യം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് K കേളപ്പനാണ്. 8. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ എ 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷം. 9. ചോദ്യം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപമാണ്. 10. ചോദ്യം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വക്കം മൗലവിയാണ് കേട്ടോ. അതിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ആദ്യ പത്രാധിപരാണ് K രാമകൃഷ്ണപിള്ള കേട്ടോ. ഈ 11ാമത്തെ ചോദ്യം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 13. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അരുണ ആസിഫ് അലിയാണ്. 13. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതോടൊപ്പം തന്നെ നിസ്സഹകരണ സമരം 1920 അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം വരുന്നത് 1930 ഉപ്പ് സത്യാഗ്രഹം വരുന്നത്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നത് എത്രയാണ്? 1942 ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1D 2C 3A 4B. 14. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക് എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശിന്റെയാണ്. ഉത്തർപ്രദേശ്. 15. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1905 ആഗസ്റ്റ് 7 ഓപ്ഷൻ ബി 1905 ആഗസ്റ്റ് 7. 16. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി? ആൻസർ ഓപ്ഷൻ സി ആണ് റഷ്യയാണ്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യയാണ്. 17. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നേവി മുംബൈ ആണ്. 18. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? എന്താണ് ആ ഒരു വാക്യങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആൻസർ വരുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ്. 19. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറുകൾ ഒപ്പുവെച്ചത്? അപ്പൊ പഠിച്ചു വെക്കണം. താഷ്കന്റ് കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണോ? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. 20. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണ്? ആൻസർ ഏതൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും അതോടൊപ്പം തന്നെ VP മേനനുമാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 21. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെ കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പ് ഉരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. സോവിയറ്റ് യൂണിയൻ ആണ്. 22. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയാണ്. 23.
ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 24 മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷാജി എൻ കരുണാണ്. 25ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ നോക്കാനാണ്. ശരിയായത് നോക്കാം നമുക്ക്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്, ശരിയാണ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്, ശരിയാണ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി, ശരിയാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നത്, ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ് എന്നതാണ് വരുന്നത്. 26ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളെ തെറ്റിക്കാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതാണ്. കരയതിർത്തിയാണോ കടലതിർത്തിയാണോ എന്നൊന്നും തന്നിട്ടില്ല, ഓപ്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതിർത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ കരയതിർത്തിയാവാം, കടലുമായിട്ടുള്ള ബന്ധപ്പെട്ട അതിർത്തിയാവാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നാണ്. അത് ഏതൊക്കെയാണ്? മ്യാൻമർ വരും, അഫ്ഗാനിസ്ഥാൻ വരും, മാലിദ്വീപ് വരും, അതുപോലെ തന്നെ ചൈന വരും, പിന്നെ പാകിസ്ഥാൻ വരും, അഫ്ഗാനിസ്ഥാൻ വരും, ശ്രീലങ്കയും വരും. അപ്പൊ ഏതാണ്? എല്ലാം വരും. പിന്നെ നേപ്പാളും വരും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് കരയതിർത്തിയാണോ കടലതിർത്തിയാണോ എന്ന് തന്നിട്ടില്ല. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതെന്നാണ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. 27 ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുമെന്നാണ്. തെറ്റായവ നോക്കാം നമുക്ക്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്, ശരിയാണ്. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്, ശരിയാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്, തെറ്റാണ്. പശ്ചിമഘട്ട പർവ്വത നിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു നിൽക്കുന്നു, അതും തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 3ഉം 4ഉം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് തെറ്റായവ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണോ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരി എന്നുള്ളതാണ് കേട്ടോ. 3ഉം 4ഉം ശരി എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. അപ്പൊ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ 27ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 3ഉം 4ഉം ശരി എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 28 ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആരവല്ലിയാണ് കേട്ടോ, ആരവല്ലി. 29 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുമെന്നാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. 30 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻ പ്രീത് കൗർ ആണ്. അതെ, ഒരു മിനിറ്റ്. നമ്മുടെ 27ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ്. ഈ 3ഉം 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരി കേട്ടോ. 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. 27ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരി എന്നുള്ളതാണ്. അടുത്ത 31 ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി മോഹൻലാലിനാണ്. 32 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്റെ കേരളം എന്നും സുന്ദരം. 33 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാരാണ്? ആൻസർ ഓപ്ഷൻ എ ശുഭാൻഷു ശുക്ലയാണ്. 34 പശ്ചിമഘട്ടം പർവ്വത നിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ കിഴക്കാണ്. 35 നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്? നെയ്യാറ് അഗസ്ത്യമല ശരിയാണ്. പെരിയാർ ശിവകരിമല ശരിയാണ്. ഭാരതപ്പുഴ ആനമല ശരിയാണ്. അപ്പൊ ഇവിടെ എന്താണ് ശരിയല്ലാത്തതാണ് വെച്ചിരിക്കുന്നത്? പമ്പ നീലഗിരി, അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. 36 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജലവൈദ്യുതിയാണ്, ശരിയാണ്. അതുപോലെ തന്നെ തെർമല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയാണ്, അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് പ്രസ്താവനകൾ. 1ഉം 4ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 37
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് പ്രത്യേകിച്ചുള്ള പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിപ്പോ ഒന്നാമത്തെ ഏതാണ്? സുഭോജനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഇത് തന്നെയാണ്, ഓപ്ഷൻ എ ആണ്. അതായത് ശുചിത്വവും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക എന്നതാണ് സുഭോജനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആശ്വാസ് പദ്ധതി. ആശ്വാസ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയാണ് ആശ്വാസ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ, ആ പേര് കേൾക്കുമ്പോൾ അറിയാലോ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടുള്ള പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അതുപോലെ തന്നെ അവസാനത്തേത് പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോഴേ അറിയില്ല എന്താണ്? തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക എന്നതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 എ, 2 ഡി, 3 ബി, 4 സി എന്നിവയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തരുന്നത്. അപ്പോൾ 2 എണ്ണം അറിഞ്ഞിരുന്നാൽ പോലും നമുക്കിത് ഈ ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നതാണ് കേട്ടോ. 39 നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചാണെന്ന് കണ്ടെത്തുവെന്നാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഏതാണ്? പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതമാണ്. 40 കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മത്തിയാണ്. 41 കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയുമാണ്. സിമ്പിൾ അല്ലേ? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. 42 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരമാരാണ്? ആൻസർ ഓപ്ഷൻ സി സഞ്ജു സാംസൺ ആണ്. 43 വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉമാണ് ആൻസർ. 44 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം നമുക്ക്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ശരിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയങ്ങളാണ്. ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ഇവിടെ. 44ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 45 നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചി അമ്മയ്ക്ക് ലഭിച്ചത് 2021 അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രകാരി ആരാണ്? TK പത്മിനിയാണ്. അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 46 ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ജി ശങ്കരക്കുറുപ്പിന് ശേഷം SK അല്ലേ ലഭിച്ചത്? അതുപോലെ തന്നെ രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ആശാപൂർണ ദേവിയാണ്. ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം മൂർത്തിദേവി പുരസ്കാരം നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയാണ്. അപ്പൊ ഇതിവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം. 47 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഞാൻ പറയുന്നില്ല. 47ന്റെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇനി നമുക്ക് 48 നോക്കാം. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളാണ്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പാണ് ഇന്ത്യക്ക് നേടിയ കേട്ടോ. അപ്പൊ അതിൽ ജസ്പ്രീത് ബുംറയാണ് ടൂർണമെന്റിലെ താരം അഥവാ പ്ലെയർ ഓഫ് ദ സീരീസ്. പിന്നെ വിരാട് കോഹ്ലിയാണ്. ആൻസർ ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലിയാണ്. 49 2029 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ. ഇവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുമെന്നാണ്. നോക്കാം നമുക്ക്. യോനോ ഫോസെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ശരിയാണ്. നർഗീസ് മുഹമ്മദി സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. തെറ്റാണ്. എന്താണ് തെറ്റായ കാര്യം? എന്താണ്? ഇവര് ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ പ്രവർത്തക അല്ല. അതുപോലെ തന്നെ മൂന്നാമത്തേത് ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രം. അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്.
ഇനി 50-ാമത്തെ ചോദ്യം, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? നോക്കാം. ആസ്ഥാനമില്ല എന്നുള്ളത് ശരിയാണ്. അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിന് മാറി മാറി എത്തും, തെറ്റാണ്. G20 സംഘാടകരെ ഷെയർഷാ എന്നാണ് വിളിക്കുന്നത്, തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത്. ഇനി 51 നോക്കാം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ ഗംഗ. 52 കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ഇന്നത്തെ ശരിയല്ലാത്ത പ്രസ്താവനകളായിട്ട് വരുന്നത് 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ബാക്കിയല്ല. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ല ജില്ലയാണ് ആലപ്പുഴ, ശരിയാണ്. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായ, ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 2 മാത്രമാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത്. 53 ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതികളും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യവും ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മുരിങ്ങയാണ്. 54 ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. കരൾ പിത്തരസം, ശരിയാണ്. അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്, തെറ്റാണ്. ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം, ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 55 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. 56 ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു, ഇവയിൽ തെറ്റായത് കണ്ടെത്തുന്നതാണ്. ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അതായത് പുല്ല്, പുൽച്ചാടി, മുയല്, സിംഹം എന്നിവയാണ് തെറ്റായിട്ടുള്ളത്. കാരണം മുയല് എന്താണ്, സസ്യഭുക്കല്ലേ, പുൽച്ചാടി തിന്നത്തില്ലോ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണേ. 57 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ, തൃശൂർ ജില്ലയിലാണ്. 58 പവിത്ര അന്നപൂർണ ഏത് വിളയുടെ സങ്കരയിനമാണ്? ആൻസർ ഓപ്ഷൻ സി, നെല്ലാണ്. 59 കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, കാട്ടാനയാണ്. 60 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഓപ്ഷൻ ബി, ലിയോ 14 61 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. 62 അലൂമിനിയത്തിന്റെ അയിര്, ഓപ്ഷൻ എ, ബോക്സൈറ്റ്. 63 പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം, ഓപ്ഷൻ സി, ശൂന്യതയാണ്. 64 അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം, ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 65 ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഡെസിബൽ ആണ്. 66 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജ്ജം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്ഥിതികോർജ്ജമാണ്. 67 നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെറുകുടലാണ്. 69 സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ എ, നിർഭയയാണ്. 70 നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷയവും ചിക്കൻ ബോക്സുമാണ്. 71 എയ്ഡ്സ് അഥവാ HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന പ്രസ്താവനകൾ തെറ്റായവയാണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 4ഉം ശരിയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 72 വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. ആൻസർ ഓപ്ഷൻ എ, നിപ്പയാണ്. 73 കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ബാലമിത്ര. 74 നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, അരി, ഗോതമ്പ്, കപ്പയാണ്. 75 COVID-19നുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ തെറ്റാണ്. കാരണം എന്താണ്? COVID-19 ഒരു പകർച്ചവ്യാധിയാണ്, ഇവിടെ വ്യാധി അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 76 നൽകിയിരിക്കുന്നതിൽ ഒറ്റപ്പെട്ട ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ECG ആണ്. ബാക്കിയെല്ലാം വാക്സിൻസ് ആണ് കേട്ടോ. 77 കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിറ്റമിൻ സി ആണ്. 78 മൂത്രാശയ രോഗങ്ങളുടെ കാരണം എന്താണ്? ആൻസർ ഇതെല്ലാം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. അതായത് മൂത്രാശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം വൃത്തിശീലങ്ങളുടെ പോരായ്മ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 79 ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ, ബാക്ടീരിയകളാണ്.
80 കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ. നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന പനിയുടെ ലക്ഷണങ്ങളാണ് ഇവ. ഏത് പനി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഡെങ്കിപ്പനിയാണ്. ഇനി മാത്സ് ആണ്. 81ന്റെ ആൻസർ ഓപ്ഷൻ എ 52 ആണ്. 82ന്റെ ആൻസർ ഓപ്ഷൻ ബി 7 ആണ്. 83ന്റെ ആൻസർ ഓപ്ഷൻ ഡി 51 ആണ്. 84ന്റെ ആൻസർ ഓപ്ഷൻ എ 12 സെക്കൻഡ് ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 45. 86ന്റെ ആൻസർ ഓപ്ഷൻ ബി 1.3 മീറ്റർ ആണ്. 87ന്റെ ആൻസർ ഓപ്ഷൻ ഡി 6 ആണ്. 88 ഓപ്ഷൻ ഡി 5/36 ആണ്. 89 ഓപ്ഷൻ എ 2 ആണ്. 90ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 3750 ആണ്. 91 ഓപ്ഷൻ ഡി 40 ആണ്. 92 ഓപ്ഷൻ എ 21 ആണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽപ്പെടാത്തത് 93ന്റെ ആൻസർ ഓപ്ഷൻ ബി 5225 ആണ്. 94ന്റെ ആൻസർ ഓപ്ഷൻ ബി 21. 95 ഓപ്ഷൻ സി 4. 96 ഓപ്ഷൻ ബി EXY ആണ്. 97 ഓപ്ഷൻ ബി 42 ആണ്. 98 ഓപ്ഷൻ ബി 46 ആണ്. 99 ഓപ്ഷൻ എ 15 ആണ്. 100ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി 17 ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്ന് നടന്ന എന്താണ് അറ്റൻഡർ പരീക്ഷ 10th മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ. ഈ ഒരു ഇത്തരം ചോദ്യങ്ങൾ കമ്പനി ബോർഡ് എലിജിക്സ് 10th പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് നോക്കി വെക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ആൻസർ കീ പ്രകാരം ഈ പരീക്ഷ എഴുതി കൂട്ടുകാരുണ്ടെങ്കിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പൊ ക്ലാസ് ഈ ഒരു ആൻസർ കീ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് കമന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.